ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഇൻസൈറ്റ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 2018 നടത്തിയ ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് മലയാളം എന്ന ചോദ്യപേപ്പറിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ 20 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന്. 21ാമത്തെ ചോദ്യം, ബദറുൽ മുനീർ ഹുസനുൽ ജമാൽ മാപ്പിളപ്പാട്ടുകളിലെ ശ്രദ്ധേയമായ ഒരു പ്രണയ കാവ്യമാണ്. കവി ആര്? ഓപ്ഷൻസ്: പുലിക്കോട്ടിൽ ഹൈദർ, ഒ അബു, ടി ഉബൈദ്, മോയിൻകുട്ടി വൈദ്യർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മോയിൻകുട്ടി വൈദ്യർ. 22ാമത്തെ ചോദ്യം, തിരുനിഴൽ മാല എന്ന പാട്ടുകൃതിയിൽ നിഴൽ എന്ന വാക്ക് ഏത് അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ്: ബലി, അനുഗ്രഹം, പൂജ, കീർത്തനം. ശരി ഉത്തരം ഓപ്ഷൻ ബി, അനുഗ്രഹം. 23ാമത്തെ ചോദ്യം, 250-ലധികം വൃത്തവിശേഷങ്ങൾ കൊണ്ട് സമ്പന്നമായ കളഞ്ഞുകിട്ടിയ നിധിയെന്ന് ഡോക്ടർ PK നാരായണപിള്ള വിശേഷിപ്പിച്ച തെക്കൻ പാട്ടേത്? ഓപ്ഷൻസ്: ഭാരതം പാട്ട്, ഓപ്ഷൻ ബി ഉലകുട പെരുമാൾ പാട്ട്, ഓപ്ഷൻ സി രാമകഥ പാട്ട്, ഓപ്ഷൻ ഡി കന്നാടിയൻ പോര്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, രാമകഥ പാട്ട്. 24ാമത്തെ ചോദ്യം, ഒരൊറ്റ പുസ്തകം കയ്യിൽ ഓമനിപ്പതിനുള്ളവൻ ഏതു സാമ്രാട്ടിനേക്കാളും എന്നാളും ഭാഗ്യമാർന്നവൻ എന്നു പാടിയ മഹാകവി ആരാണ്? ഓപ്ഷൻസ്: ഉള്ളൂർ S പരമേശ്വര അയ്യർ, ബി കുറ്റിപ്പുറത്ത് കേശവൻ നായർ, സി കെടാമംഗലം പപ്പുക്കുട്ടി, ഡി സച്ചിദാനന്ദൻ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉള്ളൂർ S പരമേശ്വര അയ്യർ. 25ാമത്തെ ചോദ്യം, കവിതയിലെ ആധുനികതയ്ക്ക് മലയാളത്തിൽ അടിത്തറയിട്ട കൃതിയെന്ന് പലരും വിശേഷിപ്പിക്കുന്ന അയ്യപ്പ പണിക്കരുടെ കൃതി ഏത്? ഓപ്ഷൻസ്: പൂച്ചയും ഷേക്സ്പിയറും, ബി കുരുക്ഷേത്രം, സി മൃത്യുപൂജ, ഡി ഹൂകളി. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുരുക്ഷേത്രം. 26, ഈ ലോകം കാണുന്നേരം ഓക്കാനം വന്നിടുന്നു ഉണ്ടെങ്കിലും ഛർദിക്കുവാൻ വയ്യൻ്റെ മുഖത്താകും. സമൂഹത്തിനു നേരെ ഏറുപടക്കമെറിയുന്ന ഈ കവി ആര്? ഓപ്ഷൻസ്: NV കൃഷ്ണവാര്യർ, പാല നാരായണൻ നായർ, കുഞ്ഞുണ്ണി മാഷ്, മുരുകൻ കാട്ടാക്കട. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, കുഞ്ഞുണ്ണി മാഷ്. 27, നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നഭിപ്രായപ്പെട്ട കവി ആര്? ഓപ്ഷൻസ്: കുറ്റിപ്പുറത്ത് കേശവൻ നായർ, കടത്തനാട്ട് മാധവിയമ്മ, നാലങ്കൽ കൃഷ്ണപിള്ള, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, കുറ്റിപ്പുറത്ത് കേശവൻ നായർ. 28ാമത്തെ ചോദ്യം, ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ പ്രസിദ്ധമായ ഈ താരാട്ടുപാട്ടിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻസ്: ഇരയിമ്മൻ തമ്പി, ബാലാമണിയമ്മ, വള്ളത്തോൾ നാരായണ മേനോൻ, വെൺമണി മഹൻ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വെൺമണി മഹൻ. 29ാമത്തെ ചോദ്യം, മലയാള ഗീതക പ്രസ്ഥാനത്തിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ കവി ആര്? ഓപ്ഷൻസ്: MP അപ്പൻ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യം നമ്പൂതിരി, യൂസഫ് അലി കച്ചേരി, സ്വാതി തിരുനാൾ. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, MP അപ്പൻ. 30ാമത്തെ ചോദ്യം, ചോനകക്കുതിരയെ ചേണാട്ട് വിറ്റാലേ ആനയച്ചുടനായിരം കിട്ടല. ഇങ്ങനെ ആനയച്ച എന്ന പ്രാചീന നാണയത്തെക്കുറിച്ച് നമുക്ക് അറിവ് തന്ന ചമ്പു ഏത്? ഓപ്ഷൻസ്: വൈശിക തന്ത്രം, ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുചേവി ചരിതം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉണ്ണിയച്ചി ചരിതം. 31, ആവേ മരിയ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഒരു ചെറുകഥാ സമാഹാരമാണ്. അതിൻ്റെ രചയിതാവാര്? ഓപ്ഷൻസ്:
എം ഗോവിന്ദൻ, KR മീര, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ആറ്റൂർ രവിവർമ്മ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, KR മീര. അടുത്തത് 32ാമത് ചോദ്യമാണ്. ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരേട്. MB പോൾ ഇങ്ങനെ പറഞ്ഞത് ഏതു കൃതിയെ പറ്റിയാണ്? ഓപ്ഷൻസ്: പ്രേമലേഖനം, ജന്മദിനം, വിശപ്പ്, ബാല്യകാല സഖി. MB പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ബാല്യകാല സഖി എന്ന കൃതിയെ പറ്റിയാണ്. 33ാമത് ചോദ്യം. സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്നെഴുതിയ നോവൽ ഏത്? ഓപ്ഷൻസ്: അറബിപ്പൊന്ന്, എണ്ണപ്പാടം, നവഗ്രഹങ്ങളുടെ തടവറ, പാണ്ഡവപുരം. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, നവഗ്രഹങ്ങളുടെ തടവറ. 34ാമത് ചോദ്യം. കുഞ്ഞേനാച്ചൻ മലയാള നോവൽ കഥാസാഹിത്യത്തിലെ ശക്തനായ ഒരു കഥാപാത്രമാണ്. അവിസ്മരണീയമായ ഈ കഥാപാത്രം ഏതു കൃതിയിലാണ് ഉള്ളത്? ഓപ്ഷൻസ്: അന്വേഷിച്ചു കണ്ടെത്തിയില്ല, പണി തീരാത്ത വീട്, നിണമണിഞ്ഞ കാലാടുകൾ, അരനാഴിക നേരം. ശരിയുത്തരം ഓപ്ഷൻ ഡി, അരനാഴിക നേരം. 35ാമത് ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലായ ഭാസ്കരമേനോൻ ഒരു ദുർമരണം രചിച്ചതാര്? ഓപ്ഷൻസ്: രാമവർമ്മ അപ്പൻ തമ്പുരാൻ, സി അന്തപ്പായി, ആർച്ച് ഡീക്കൻ കോശി, പോത്തേരി കുഞ്ഞമ്പു. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, രാമവർമ്മ അപ്പൻ തമ്പുരാൻ. 36ാമത് ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന അറിയപ്പെടുന്ന കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ ഒരു കഥയാണ്. ആ കഥയുടെ പേരെന്താണ്? ഓപ്ഷൻസ്: എ വാസന വികൃതി, ബി ദ്വാരക, സി മദിരാശി പിത്തലാട്ടം, ഡി ഒരു പൊട്ടഭാഗ്യം. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, വാസന വികൃതി. 37ാമത് ചോദ്യം. കേരളത്തിലെ ആദിവാസി സമൂഹമായ മലയന്മാരെ കുറിച്ച് ഒരു ആദിവാസി എഴുതിയ ആദ്യത്തെ നോവൽ എന്ന പുറന്താൾ കുറിപ്പോടെ പ്രസിദ്ധീകരിക്കപ്പെട്ട നാരായൺ രചിച്ച നോവൽ ഏത്? ഓപ്ഷൻസ്: മാവേലി മന്റം, മാറ്റാത്തി, കൊച്ചരേത്തി, നാടുഗദ്ദിക. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, കോച്ചരേത്തി. 38ാമത് ചോദ്യം. മലയാളത്തിലെ ആദ്യകാല ബോധാധാര നോവലുകളിൽ ഒന്നായ സ്വർഗദൂതൻ ഇത് രചിച്ചത് ആരാണ്? ഓപ്ഷൻസ്: MT വാസുദേവൻ നായർ, പോഞ്ഞിക്കര റാഫി, KM തരകൻ, G വിവേകാനന്ദൻ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, പോഞ്ഞിക്കര റാഫി. 39ാമത് ചോദ്യം. ബസ് വരാനായിട്ട് രവി കാത്തുകിടന്നു. മലയാളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഈ നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ രചിക്കപ്പെട്ട ഏറ്റവും മികച്ച നോവലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ നോവലിൻ്റെ പേരെന്ത്? ഓപ്ഷൻസ്: കയർ, ഗോത്രദാഹം, മുൻപേ പറക്കുന്ന പക്ഷികൾ, ഖസാക്കിൻ്റെ ഇതിഹാസം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഖസാക്കിൻ്റെ ഇതിഹാസം. 40ാമത് ചോദ്യം. മലയാളത്തിലെ എമിലി ബ്രോണ്ടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാജലക്ഷ്മിയുടെ ഏറ്റവും പ്രശസ്തമായ കൃതി ഏത്? ഓപ്ഷൻ എ ഉച്ചവെയിലും ഇളം നിലാവും, ബി ഒരു വഴിയും കുറേ നിഴലും, സി ഞാനെന്ന ഭാവം, ഡി തിരഞ്ഞെടുത്ത കഥകൾ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ഒരു വഴിയും കുറേ നിഴലുകളും. 41ാമത് ചോദ്യം. ഒരു സംസ്കൃത രചനയുടെ പരിഭാഷയാണ് മലയാള ഗദ്യസാഹിത്യത്തിലെ പ്രഥമ കൃതിയായിട്ട് നാം കരുതി പോരുന്നത്. ഈ മലയാള പരിഭാഷയുടെ പേരെന്ത്? ഓപ്ഷൻ എ പ്രബോധ ചന്ദ്രോദയം, ബി ഭാഷാ രഘുവംശം, സി ദശകുമാരചരിതം, ഡി ഭാഷാ കൗടലീയം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഭാഷാ കൗടലീയം. 42ാമത് ചോദ്യം. കേരളത്തിൽ വെച്ച് രചിക്കപ്പെട്ടുവെന്ന് കരുതുന്ന വാഗ്ഭടന്റെ ആയുർവേദ ഗ്രന്ഥമേത്? ഓപ്ഷൻ: ഹോർത്തൂസ് ഇൻഡിക്ക മലബാറിക്കസ, ബി അഷ്ടാംഗ ഹൃദയം, സി പഞ്ചകർമ്മ ചികിത്സാവിധി, ഡി
അമരം പാരമേശ്വരി. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അഷ്ടാംഗ ഹൃദയമാണ് കേരളത്തിൽ വെച്ച് രചിക്കപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന വാഗ്ഭടന്റെ ആയുർവേദ ഗ്രന്ഥം. 43-ാമത്തെ ചോദ്യം. കല്ലൂർ ഉമ്മൻ പീലിപ്പോസ ഇംഗ്ലീഷിൽ നിന്നും വിവർത്തനം ചെയ്ത ഒരു കൃതിയാണ് ആദ്യമായിട്ട് മലയാള ഗദ്യത്തിൽ എഴുതപ്പെട്ട സർഗാത്മക നാടകം. ഈ മലയാള നാടകത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ പുല്ലേലി കുഞ്ചു, ഉദ്ദാലക ചരിതം, ആൾമാറാട്ടം, ഘാതകവധം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ആൾമാറാട്ടം. 44-ാമത്തെ ചോദ്യം. സാഹിത്യ പഞ്ചാനനൻ PK നാരായണൻ പിള്ളയുടെ ആത്മകഥ എന്ത്? ഓപ്ഷൻ സരണമണ്ഡലം, എന്നെ ഞാൻ കാണുമ്പോൾ, കഴിഞ്ഞ കാലം, ഒളിവില്ലാത്ത ഓർമ്മകൾ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, സരണമണ്ഡലം. 45-ാമത്തെ ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര നിഘണ്ടുവായ മഹചരിത സംഗ്രഹ സാഗരത്തിൽ 1000-ഓളം മഹാന്മാരുടെ ജീവചരിത്ര കുറിപ്പുകളുണ്ട്. ഇത് രചിച്ചതാര്? ഓപ്ഷൻസ് വിശാഖം തിരുനാൾ, പള്ളിപ്പാട്ട് കുഞ്ഞികൃഷ്ണൻ, തോമസ് പോൾ, കൃഷ്ണൻ പറപ്പിള്ളി. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, പള്ളിപ്പാട്ട് കുഞ്ഞികൃഷ്ണൻ. 46. കേരളത്തിലെ ആദിവാസികളുടെ ദയനീയ അവസ്ഥ വിവരിക്കുന്ന കേരളത്തിലെ ആഫ്രിക്ക, കേരളത്തിലെ അമേരിക്ക എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവാരാണ്? ഓപ്ഷൻസ് KJ ബേബി, സാറ ജോസഫ്, K പാനൂർ, TKC വടുതല. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, K പാനൂർ. 47-ാമത്തെ ചോദ്യം. ആയുർവേദ ചികിത്സാക്രമങ്ങൾ വിവരിക്കുന്ന ഒരു മണിപ്രവാള ഗ്രന്ഥത്തെപ്പറ്റി ലീലാതിലകത്തിൽ പരാമർശമുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ആലത്തൂർ മണിപ്രവാളം, ഹൃദയപ്രിയ, ആർഷജ്ഞാനം, ചരക സംഹിത. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ആലത്തൂർ മണിപ്രവാളം. 48-ാമത്തെ ചോദ്യം. സിദ്ധാന്ത കൗമുദി എന്ന സംസ്കൃത വ്യാകരണത്തിന് പദസംസ്കാര ചന്ദ്രിക എന്ന പേരിൽ വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതനാര്? ഓപ്ഷൻസ് AR രാജരാജവർമ്മ, T ഗണപതി ശാസ്ത്രികൾ, വടക്കങ്കൂർ രാജരാജവർമ്മ, കൈക്കുളങ്ങര രാമവാര്യർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൈക്കുളങ്ങര രാമവാര്യർ. 49. ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ മലയാള സഞ്ചാര സാഹിത്യ ചരിത്രത്തിൽ ലബദ്ധ പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാര്? ഓപ്ഷൻസ് രാജൻ കാക്കനാടൻ, SK പൊറ്റക്കാട്, രവീന്ദ്രൻ, MK രാമചന്ദ്രൻ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, രാജൻ കാക്കനാടൻ. 50-ാമത്തെ ചോദ്യം. കുട്ടികളുടെ ശാസ്ത്രമാമൻ, യൂറിക്ക മാമൻ എന്നൊക്കെ അറിയപ്പെടുന്ന ശാസ്ത്ര സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ K കൃഷ്ണൻ പണ്ടാല, ഡോക്ടർ KM ജോർജ്, പ്രൊഫസർ S ശിവദാസ്, ഡോക്ടർ KG അടിയോടി. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രൊഫസർ S ശിവദാസ്. 51-ാമത്തെ ചോദ്യം. മലയാള വിമർശനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ് കുട്ടിക്കൃഷ്ണ മാരാർ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, സഞ്ജയൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. 52-ാമത്തെ ചോദ്യം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ CJ തോമസിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമാണിത്. അത് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ് നാടകം, ആത്മകഥ, നോവൽ, നിരൂപണം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിരൂപണം. 53. കേസരി A ബാലകൃഷ്ണ പിള്ളയുടെ വിമർശന പദ്ധതികളെ വിമർശിച്ചുകൊണ്ട് MN വിജയൻ എഴുതിയ കൃതി ഏത്? ഓപ്ഷൻസ് ശീർഷാസനം, നിരൂപണം, ചിതയിലെ വെളിച്ചം, രൂപഭദ്രത. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ചിതയിലെ വെളിച്ചം. 54-ാമത്തെ ചോദ്യം. ഇംഗ്ലീഷിലെ ഏറ്റവും മഹത്തായ വിമർശന ഗ്രന്ഥമെന്ന് പുകഴ്ത്തപ്പെട്ട കോൾ റിഡ്ജിൻ്റെ ഗ്രന്ഥമേത്? ഓപ്ഷൻസ് ലിറിക്കൽ ബാലഡസ, ഏൻഷ്യന്റ് മാരിനർ, ഓഡ് ടു ഡിജക്ഷൻ, ബയോഗ്രഫിയ ലിറ്ററിയ.
ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബയോഗ്രഫിയ ലിറ്ററിയ എന്ന ഗ്രന്ഥമാണ് ഇംഗ്ലീഷിലെ തന്നെ ഏറ്റവും മഹത്തായ വിമർശന ഗ്രന്ഥമെന്ന് പുകഴ്ത്തപ്പെടുന്ന കോൾറിഡ്ജിന്റെ ഗ്രന്ഥം. 55-ാമത്തെ ചോദ്യം. ടോൾസ്റ്റോയിയുടെ വിഖ്യാതമായ കലാപഠന ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻസ്: എന്താണ് കല, കലയെയും സാഹിത്യത്തെയും പറ്റി, ഉയർത്തെഴുന്നേൽപ്പ്, ലഘു ഉപന്യാസങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. എന്താണ് കല. അടുത്തത് 56-ാമത്തെ ചോദ്യമാണ്. ശോഭിക്കുന്നവരുടെ സുവിശേഷം ആരുടെ രചനയാണ്? ഓപ്ഷൻസ്: കെ പി അപ്പൻ, എം കൃഷ്ണൻ നായർ, മൂർക്കോത്ത് കുമാരൻ, പി ഗോവിന്ദ പിള്ള. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. കെ പി അപ്പൻ. 57-ാമത്തെ ചോദ്യം. നിഷ്പക്ഷ നിരൂപണം എന്നൊന്നില്ല എന്ന് പ്രഖ്യാപിച്ച നിരൂപകനാര്? ഡോക്ടർ എം അച്യുതൻ, സുകുമാർ അഴീക്കോട്, കുട്ടിക്കൃഷ്ണ മാരാർ, എം പി ശങ്കുണ്ണി നായർ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. കുട്ടിക്കൃഷ്ണ മാരാർ. 58-ാമത്തെ ചോദ്യം. കാവ്യപ്രകാശം എന്ന അലങ്കാര ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ഓപ്ഷൻ: ലൊല്ലടൻ, ബി മമ്മടൻ, സി ത്രിശങ്കുകൻ, ഡി ഭട്ടനായകൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. മമ്മടനാണ് കാവ്യപ്രകാശം എന്ന അലങ്കാര ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ്. അടുത്തത് 59-ാമത്തെ ചോദ്യമാണ്. ഗദ്യ രചനാരീതി പരിശീലിപ്പിക്കാൻ ഉദ്ദേശിച്ച AR രാജരാജവർമ്മ രചിച്ച കൃതി ഏത്? ഓപ്ഷൻസ്: കേരള പാണിനീയം, ഭാഷാഭൂഷണം, സാഹിത്യ ദർപ്പണം, സാഹിത്യ സാഹ്യം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സാഹിത്യ സാഹ്യം. ഇനി ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ്. രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്ന പ്രബന്ധത്തിൽ രാമചരിതം ഒരു വടക്കൻ കേരള കൃതിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഓപ്ഷൻസ്: പ്രൊഫസർ എം കൃഷ്ണൻ നായർ, ബി പ്രൊഫസർ PV കൃഷ്ണൻ നായർ, ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ, പ്രൊഫസർ N കൃഷ്ണപിള്ള. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രൊഫസർ PV കൃഷ്ണൻ നായർ. അദ്ദേഹമാണ് രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്ന പ്രബന്ധത്തിൽ രാമചരിതം ഒരു വടക്കൻ കേരള കൃതിയാണെന്ന് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ നമ്മൾ 60 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സെക്ഷൻ കൂടി ഉണ്ടാവും. ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്